വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. വറവിടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ കറി എന്ന് വല്ല ഐഡിയയും കിട്ടിയോ? കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാൻ എന്താണ് റെസിപ്പി പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. എത്ര പേര് ശരിയായി പറഞ്ഞു എന്നൊന്ന് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ തയ്യാറാക്കുന്നത്. ഈ ഒരു സീസണിൽ തയ്യാറാക്കാൻ ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം ഈ സീസണിലാണ് നമുക്ക് ചക്ക, മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുക. അപ്പോൾ മാമ്പഴം വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് മാമ്പഴ സാമ്പാർ. മാമ്പഴ സാമ്പാർ എന്ന് കേട്ടിട്ട് നെറ്റിയൊന്നും ചുളിക്കേണ്ട. ഞാനും ആദ്യം കേട്ടപ്പോൾ നെറ്റിയൊക്കെ ഒന്ന് ചുളിച്ചിരുന്നു. മാമ്പഴം വെച്ചിട്ട് സാമ്പാർ തയ്യാറാക്കിയാൽ നന്നാവോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കുശാല്, വേറെ ഒന്നും വേണമെന്നില്ല. ഇപ്പം എന്തായാലും മാങ്ങ സീസണാണ്. മാങ്ങ സീസൺ തീരാറായിട്ടുണ്ട്. അപ്പോൾ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഈ ഒരു മാമ്പഴ സാമ്പാർ തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് മാമ്പഴ സാമ്പാർ ഉണ്ടാക്കിയാലോ? മാമ്പഴ സാമ്പാർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് 2 വിസിൽ വേവിക്കാം. അത് ഓരോ കുക്കർ അനുസരിച്ചാണ് വിസിൽ. അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് നോക്കി ചെയ്യുക. പരിപ്പ് എന്തായാലും കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 3 മാമ്പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പരിപ്പിൽ ഉപ്പ് ചേർത്ത കാര്യം ഓർത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. കാരണം പഴുത്ത മാങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കുക്കാവും. നമുക്കിനി ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മസാലപ്പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പച്ചമണം മാറുന്നേരൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ട് മാത്രമേ നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു പച്ചക്കുത്ത് ശരിക്കും നമ്മുടെ ആ കറിയിൽ എടുത്തറിയാൻ പറ്റും. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചിരുന്നു. അത് കുക്കായിട്ടുണ്ട്. ഇനി പരിപ്പ്, ആ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ സ്റ്റോക്കോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിന് വറവിടാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വറവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വറവ് മാമ്പഴ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ വറവും കൂടി ചേർത്തൊന്ന് ഇളക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഇതൊരു 2 മിനിറ്റും കൂടി ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചോറ് ബെസ്റ്റ് കോംബോയാണ്. ചോറും മാമ്പഴ സാമ്പാറും പിന്നെ ഒരു മീൻ വറുത്തതോ ചിക്കൻ പൊരിച്ചതോ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം. നല്ല അടിപൊളി സംഭവം. ഇത് നിങ്ങൾ ഒരു വട്ടം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇത് ഉണ്ടാക്കും. പിന്നെ ഇപ്പം എന്തായാലും മാങ്ങ സീസണാണ്. അപ്പം മാങ്ങ സീസൺ തീരുന്നതിന് മുമ്പ് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ഇത് മിസ് ചെയ്യരുത്. കാരണം അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ്. സാമ്പാർ കഴിച്ച ഫീല് തന്നെയാണ്. പക്ഷെ നമ്മൾ എല്ലാ പച്ചക്കറികളും കാര്യങ്ങളൊന്നും നമ്മളിതിലിട്ടിട്ടില്ല. മാമ്പഴമാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മാമ്പഴ സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഒന്ന് നെറ്റിച്ചുളിക്കെങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ കേട്ടാലും ഇത് നെറ്റിച്ചുളിക്കില്ല. ഇഷ്ടത്തോടെ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പഴുത്ത മാങ്ങ വെച്ചിട്ട് ഞാൻ വേറൊരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ കൊണ്ടുള്ളൊരു കറിയാണ്. അതും വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കറി. അത് ചോറിൻ്റെ കൂടെ അത് മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല. സൈഡായിട്ട് മീൻ വറുത്തൊന്നും വേണമെന്നില്ല. ആ ഒരു കറി മാത്രം മതി. പഴുത്ത മാങ്ങയാണെന്ന് എഴുതിയിട്ട് കറി ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന് ഒട്ടും കരുതണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അതും കൂടി ഒന്ന് കണ്ട് അതും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാമ്പഴ സാമ്പാറും ഒന്ന് പഴുത്ത മാങ്ങ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു അടിപൊളി കറി. അത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ ഈസി പീസി ആയിട്ടുള്ള പല റെസിപ്പികളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഈ മാമ്പഴ സാമ്പാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മിസ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ. എന്തായാലും ട്രൈ ചെയ്യണേ. മാങ്ങ സീസൺ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ മാമ്പഴം വാങ്ങി പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇത്രയും നേരം കേട്ടിരുന്നവർക്കൊക്കെ ചെറിയ രീതിയിൽ നെറ്റിയൊക്കെ ചുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നെറ്റി ചുളിക്കലൊക്കെ നിങ്ങളത് ടേസ്റ്റ് ചെയ്ത് കഴിയുന്നതിന് ശേഷം മാറും. അത് ഉറപ്പായ കാര്യമാണ്. കേൾക്കുമ്പോഴുള്ള നെറ്റി ചുളിക്കലുള്ളൂ. ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഒരു പേര് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കില്ല. നിങ്ങൾക്ക് പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പറയാം. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.